അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ടി.കെ. സന്തോഷ് ബോധവൽക്കരണ ക്ലാസ് നൽകി. സ്കൂൾ മാനേജർ ഷാജി സി.എ. ബോധവൽക്കരണ സൈക്കിൾ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുധീഷ് കെ.വി., ഹെഡ്മിസ്ട്രസ് മാലിനി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അന്നനാട് ജംഗ്ഷനിൽ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെയുള്ള തെരുവു നാടകം നടത്തി. വിമുക്തി ക്ലബ് കോർഡിനേറ്റർ ബിന്ദു ചെറിയാൻ ഊക്കൻ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിലും ഒക്കെ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം, അതിന്റെ ദൂഷ്യവശങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിവ് തരുന്നതിന് വേണ്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ അവരോട് പറയാൻ പഠിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് പാരന്റ്സിനോട് പറയാൻ മടിയായിരിക്കാം, പക്ഷെ ടീച്ചേഴ്സിനോട് പറയണം. ഈ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഞങ്ങളൊരു കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ കാർഡ് പച്ച ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാമന്മാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് വല്ല ഗുണങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. വലിഞ്ഞു മുഴുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്. സംഗീനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണ്. കയ്യും കാലും വിറവറയ്ക്കണ്, പെടപ്പെടയ്ക്കണ്, തുടിക്കണ്. പെരുവിരല് പിരുത്ത് കയറണ്, വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളടാ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. നാളെയുടെ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി അണയുന്ന യുവതയുടെ മുതുകേറി അണയുന്നു മരണം.
ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരിയിൽ ചാവിന്റെ മണവുമായി അണയുന്നു മരണം. പുതുമണ്ണിൻ തായ്വേരിൽ തളിരിടും ചെഞ്ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രിൻസി ശ്രീകുമാർ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് നഗരം ഉണർന്നത്. മയക്കുമരുന്നിനടിമകളായ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. 2 വിദ്യാർത്ഥികളുടെ നില ഗുരുതരം. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ നിരവധി വിദ്യാർത്ഥികൾ ഇതിന്റെ കണ്ണികളായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും കൌമാരക്കാരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണ്ടെത്തിയതിനാൽ സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരാകണമെന്ന് പോലീസ് കമ്മീഷണർ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗം ഓർമ്മപ്പെടുത്തി. നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. ഇവിടെ കൊളുത്തുക ഹൃദയച്ചെരാതിൽ ഉദയപ്രതീക്ഷ തൻ സൂര്യൻ. ദുരിതാന്ധകാരത്തിനിരുളകൾ കീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. ദുരിതാന്ധകാരത്തിനിരുളകൾ കീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. പൂക്കളിൽ യുവതയുടെ ചോര പുരളാത്ത പൂനിലാപ്പുടവ ശവക്കോടിയാകാത്ത മദ്യപാരില്ലാത്ത ചൂഷിതരില്ലാത്ത ലോകം. മയക്കും കറുപ്പ് വഴി മുടക്കാത്തൊരാലോകം. ഇവിടെ പുലരട്ടെ വീണ്ടും, ഇന്നിവിടെ പുലരട്ടെ വീണ്ടും. അമ്മയുടെ തേങ്ങലുകൾ അച്ഛന്റെ ഗദ്ഗതം ഉണരുന്ന നിലവിളികൾ ഇനിയും മുഴങ്ങാത്ത ലോകം. ഇവിടെ പുലരട്ടെ വീണ്ടും, ഇന്നിവിടെ പുലരട്ടെ വീണ്ടും. ഇവിടെ കൊളുത്തുക ഹൃദയച്ചെരാതിൽ ഉദയപ്രതീക്ഷ തൻ സൂര്യൻ. ദുരിതാന്ധകാരത്തിനിരുളകൾ കീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. ദുരിതാന്ധകാരത്തിനിരുളകൾ കീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. ഈ ഇരുണ്ട കാലഘട്ടത്തിലും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടാത്ത 1000 സ്വപ്നങ്ങളുള്ള ദിശാബോധമുള്ള നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല, ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല.
ലഹരി വിമുക്തമായ കായക്കൊടി, ലഹരി വിമുക്തമായ കേരളം, ലഹരി വിമുക്തമായ ഭാരതം. അതാണ് നമ്മുടെ ലക്ഷ്യം. ജയ് ഹിന്ദ്.